ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ഡൊമിനിക്കയുടെ പരമോന്നത ദേശീയ ബഹുമതി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക്. കോവിഡ് മഹാമാരിയെ നേരിടുന്നതിൽ നൽകിയ പിന്തുണയ്ക്കാണ് പുരസ്കാരം. ജൻജാതീയ ഗൌരവ് ദിവസ് ആഘോഷങ്ങൾക്ക് പ്രധാനമന്ത്രി നാളെ ബീഹാറിൽ തുടക്കം കുറിക്കും. സംസ്ഥാനതല ആഘോഷ പരിപാടിയിൽ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പങ്കെടുക്കും. സഹകരണ മേഖലയിൽ നിക്ഷേപിച്ച ആരുടെയും പണം നഷ്ടപ്പെടില്ലെന്ന് സർക്കാർ ഉറപ്പു നൽകുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഊർജിതമാക്കി രാഷ്ട്രീയ പാർട്ടികൾ. കേരളത്തിലെ 31 തദ്ദേശ വാർഡുകളിലെ ഉപതെരഞ്ഞെടുപ്പ് ഡിസംബർ 10-ന്. വഖഫ് വിഷയത്തിൽ നീതി നിഷേധിക്കപ്പെടുന്നവർക്ക് ഒപ്പമാണ് കേന്ദ്ര സർക്കാരെന്ന് കേന്ദ്ര സഹമന്ത്രി ശോഭ കരന്തലാജെ. മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിനായി ശബരിമല ക്ഷേത്രനട നാളെ തുറക്കും. വാർത്തകൾ വിശദമായി. ഡൊമിനിക്കയുടെ പരമോന്നത ദേശീയ ബഹുമതി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക്. കോവിഡ് മഹാമാരിയെ നേരിടുന്നതിൽ ഡൊമിനിക്കയ്ക്ക് നൽകിയ സഹായങ്ങളും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണവും ശക്തിപ്പെടുത്താൻ സ്വീകരിച്ച നടപടികളും കണക്കിലെടുത്താണ് പുരസ്കാരം. ഗയാനയിലെ ജോർജ് ടൌണിൽ ഈ മാസം 19 മുതൽ 21 വരെ നടക്കുന്ന ഇന്ത്യ കാരിക്കോം ഉച്ചകോടിയിൽ ഡൊമിനിക്കൻ പ്രസിഡന്റ് സിൽവാനി ബർട്ടൺ പുരസ്കാരം സമ്മാനിക്കും. കോവിഡ് മഹാമാരിയെ നേരിടാൻ 70,000 ഡോസ് വാക്സിൻ ഇന്ത്യ 2021 ഡൊമിനിക്കയ്ക്ക് എത്തിച്ചു നൽകിയിരുന്നു. ജൻജാതീയ ഗൌരവ് ദിവസ് ആഘോഷങ്ങൾക്ക് പ്രധാനമന്ത്രി നാളെ ബീഹാറിൽ തുടക്കം കുറിക്കും. ഗോത്ര വിഭാഗത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യ സമര നായകൻ ഭഗവാൻ ബിർസ മുണ്ടയുടെ ജന്മവാർഷിക ദിനമാണ് രാജ്യം ജൻജാതീയ ഗൌരവ് ദിവസായി ആഘോഷിക്കുന്നത്. ഗോത്രവർഗ ഉന്നമനത്തിനായുള്ള 6,640 കോടി രൂപയുടെ വികസന പദ്ധതികൾക്കും ശ്രീ മോദി ചടങ്ങിൽ തുടക്കം കുറിക്കും. രാജ്യത്തുടനീളമുള്ള 100 ജില്ലകളിലെ ജനങ്ങളുമായി പ്രധാനമന്ത്രി സംവദിക്കും. സംസ്ഥാനതല ആഘോഷങ്ങളുടെ ഭാഗമായി കുമളി മണ്ണക്കുടി കമ്മ്യൂണിറ്റി ഹാളിലും കാസർഗോഡ് മാവിനക്കട്ട ഗ്രാമത്തിലും സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ മുഖ്യാതിഥിയാകും. ദർധി ആഭ ജനജാതീയ ഗ്രാം ഉത്കർഷ് അഭിയാൻ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനവും പ്രധാനമന്ത്രി ഓൺലൈനായി നിർവഹിക്കും. കേരളത്തിൽ വയനാട്, പാലക്കാട്, കാസർഗോഡ്, ഇടുക്കി എന്നീ ജില്ലകളാണ് പദ്ധതിയിൽ ഉൾപ്പെടുന്നത്. സഹകരണ മേഖലയിൽ നിക്ഷേപിച്ചവരുടെ പണം സുരക്ഷിതമാണെന്നും ആരുടെയും പണം നഷ്ടപ്പെടില്ലെന്ന് സർക്കാർ ഉറപ്പു നൽകുന്നതായും മുഖ്യമന്ത്രി പിണറായി വിജയൻ. ചില ക്രമക്കേടുകൾ പെരുപ്പിച്ചു കാണിക്കാനുള്ള ചിത്രീകരണം ബോധപൂർവം സഹകരണ മേഖലയെ താഴ്ത്തിക്കെട്ടാനാണെന്നും അദ്ദേഹം വിമർശിച്ചു. 71ാമത് അഖിലേന്ത്യാ സഹകരണ വാരാഘോഷം കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. സഹകരണ മേഖലയെ തകർക്കാൻ വഴിവിട്ട നീക്കങ്ങളുണ്ടായാൽ കർശന നടപടിയുണ്ടാകുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. കേരളത്തിലെ സഹകരണ മേഖലയിൽ നിക്ഷേപിക്കുന്ന ഓരോ ചില്ലിക്കാശും ഭദ്രമായിരിക്കുമെന്നുള്ളതാണ്. ഒരു നിക്ഷേപകർക്കും ഒരു തരത്തിലുള്ള ആശങ്കയും ഉണ്ടാകേണ്ടതില്ല. ഏതെങ്കിലും തരത്തിൽ ക്രമക്കേടുകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിന് സംവിധാനമുണ്ടാകും. സഹകരണ മേഖല അതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകൾ സുതാര്യമായിരിക്കണം, ക്രമക്കേടില്ലാത്തതായിരിക്കണം, അഴിമതി തീണ്ടാത്തതായിരിക്കണം. ഏതെങ്കിലും ക്രമക്കേടോ വഴിവിട്ടോ നീക്കങ്ങളോ ഉണ്ടാകുന്നുവെങ്കിൽ കർക്കശമായ നടപടിയും വേണം. ആ കാര്യത്തിൽ ഒരു വ്യത്യസ്ത അഭിപ്രായവും ആർക്കും ഉണ്ടാകില്ല. പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഊർജിതമായി പുരോഗമിക്കുന്നു. UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് പിരായിരിയിലും കൽപ്പാത്തിയിലും വോട്ട് തേടി. LDF സ്ഥാനാർത്ഥി P സരിൻ ഇന്ന് കൽപ്പാത്തിയിൽ നിന്നാണ് പ്രചാരണം ആരംഭിച്ചത്. NDA സ്ഥാനാർത്ഥി C കൃഷ്ണകുമാർ ഇന്ന് പാലക്കാട്, പിരായിരി പ്രദേശങ്ങളിൽ വോട്ടർമാരെ കണ്ടു. ഈ മാസം 20-നാണ് പാലക്കാട് വോട്ടെടുപ്പ്. നിയോജക മണ്ഡലത്തിലെ എല്ലാ സ്ഥാപനങ്ങൾക്കും 20-ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. വയനാട്, പാലക്കാട്, ചേലക്കര ഉപതെരഞ്ഞെടുപ്പുകളുടെ വോട്ടെണ്ണൽ ഈ മാസം 23-ന് നടക്കും. കേരളത്തിലെ 31 തദ്ദേശ വാർഡുകളിലെ ഉപതെരഞ്ഞെടുപ്പ് ഡിസംബർ 10-ന് നടക്കുമെന്ന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ A ഷാജഹാൻ. മലപ്പുറം ജില്ലാ പഞ്ചായത്തിലെ തൃക്കലങ്ങോട് വാർഡ് ഉൾപ്പെടെ 11 ജില്ലകളിലായി 4 ബ്ലോക്ക് പഞ്ചായത്ത് വാർഡുകൾ, 3 മുനിസിപ്പാലിറ്റി വാർഡുകൾ, 23 ഗ്രാമപഞ്ചായത്ത് വാർഡുകൾ എന്നിവിടങ്ങളിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുക. തിരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം നാളെ പുറപ്പെടുവിക്കും. നാമനിർദ്ദേശ പത്രിക ഈ മാസം 22 വരെ സമർപ്പിക്കാം. വോട്ടെണ്ണൽ ഡിസംബർ 11-നാണ്. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന മുനിസിപ്പാലിറ്റികളിൽ അതാത് വാർഡുകളിലും ഗ്രാമപഞ്ചായത്തുകളിൽ മുഴുവൻ പ്രദേശത്തും മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു. വഖഫ് വിഷയത്തിൽ നീതി നിഷേധിക്കപ്പെടുന്നവർക്കൊപ്പമാണ് കേന്ദ്ര സർക്കാരെന്ന് കേന്ദ്ര സഹമന്ത്രി ശോഭ കരന്തലാജെ. എറണാകുളം ജില്ലയിലെ മുനമ്പത്ത് ഭൂസംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടന്നുവരുന്ന റിലേ നിരാഹാര സമരത്തിൽ പങ്കെടുക്കുന്നവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഏകദിന സന്ദർശനത്തിനായി കൊച്ചിയിലെത്തിയ കേന്ദ്രമന്ത്രി കയർ ബോർഡ് ഓഫീസ് സന്ദർശിച്ച് ഉദ്യോഗസ്ഥരുമായി അവലോകന യോഗം ചേർന്നു. തുടർന്ന് പാതാളത്തെ ESIC ആശുപത്രി സന്ദർശിച്ച് ജീവനക്കാരുമായും രോഗികളുമായും മന്ത്രി സംവദിച്ചു.
ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിനായി ശബരിമല ക്ഷേത്രനട നാളെ തുറക്കും. വൈകിട്ട് 5-ന് PN മഹേഷ് നമ്പൂതിരി നട തുറന്ന് ദീപം തെളിയിക്കും. പുതിയ ശബരിമല മാളികപ്പുറം മേൽശാന്തിമാർ നാളെ ചുമതലയേൽക്കും. നാളെ ഉച്ചയ്ക്ക് 1 മണി മുതൽ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് ഭക്തജനങ്ങൾക്ക് പ്രവേശനം അനുവദിക്കും. വൃശ്ചികമാസം 1-ന് പുലർച്ചെ 3 മണിക്കാണ് നട തുറക്കുക. തീർത്ഥാടകരെ വരവേൽക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സംസ്ഥാന സർക്കാരും ചേർന്ന് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട്. മണ്ഡലം മകരവിളക്ക് തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് എല്ലാ വകുപ്പുകളുടെയും പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കിയതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് പത്തനംതിട്ട കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ. വിവിധ രോഗങ്ങൾക്ക് ചികിത്സയിലുള്ള തീർത്ഥാടകർ ദർശനത്തിനെത്തുമ്പോൾ ചികിത്സാരേഖകളും സ്ഥിരമായി കഴിക്കുന്ന മരുന്നുകളും കൈവശം കരുതണമെന്നും വ്രതകാലത്ത് മരുന്നുകൾ നിർത്തരുതെന്നും മന്ത്രി പറഞ്ഞു. 470 ആരോഗ്യവകുപ്പ് ജീവനക്കാരെ സന്നിധാനത്തും വിവിധ ഭാഗങ്ങളിലുമായി വിന്യസിച്ചു കഴിഞ്ഞു. കൂടാതെ അന്യസംസ്ഥാനക്കാരായ 100 ഡോക്ടർമാരുടെ സേവനവും ഈ തീർത്ഥാടന കാലത്ത് ലഭിക്കും. ആരോഗ്യവകുപ്പിന്റെ ഒരു ആംബുലൻസ് ഉൾപ്പെടെ 3 ഓഫ് റോഡ് ആംബുലൻസുകൾ ശബരിമല പമ്പ പാതയിൽ സേവനം നടത്തും. കോന്നി മെഡിക്കൽ കോളേജ് പ്രത്യേക ആശുപത്രിയായി പ്രവർത്തിക്കും. കാർഡിയോളജി വിഭാഗം പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലും പ്രവർത്തിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ശബരിമല തീർത്ഥാടനം സുഗമമാക്കുന്നതിനായി 26 സ്പെഷ്യൽ ട്രെയിനുകളുടെ സർവീസ് ഒരുക്കി സൌത്ത് സെൻട്രൽ റെയിൽവേ. ദക്ഷിണ റെയിൽവേ പ്രത്യേക ശബരി ട്രെയിനുകളുടെ സർവീസും സജ്ജമാക്കിയിട്ടുണ്ട്. യാത്രക്കാർ ഷെഡ്യൂളുകൾ പരിശോധിച്ച് മുൻകൂട്ടി ബുക്കിംഗ് നടത്തണമെന്ന് റെയിൽവേ അറിയിച്ചു. വെട്ടുകാട് മാതൃദേവൂസ് ദേവാലയത്തിലെ തിരുനാൾ പ്രമാണിച്ച് തിരുവനന്തപുരം നെയ്യാറ്റിങ്കര താലൂക്കുകളിൽ നാളെ ഉച്ചയ്ക്ക് ശേഷം പ്രാദേശിക അവധി പ്രഖ്യാപിച്ച് ജില്ലാ കളക്ടർ. എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ്. മുൻപ് നെയ്യാറ്റിങ്കര താലൂക്കിൽ ഉൾപ്പെട്ടിരുന്നതും ഇപ്പോൾ കാട്ടാക്കട താലൂക്കിലുള്ളതുമായ വില്ലേജുകളിലെ സ്ഥാപനങ്ങൾക്കും അവധി നൽകിയിട്ടുണ്ട്. മുൻ നിശ്ചയിച്ച പ്രകാരമുള്ള പൊതുപരീക്ഷകൾക്ക് മാറ്റമുണ്ടായിരിക്കുന്നതല്ല. ശിശുദിനത്തോടനുബന്ധിച്ച് കേരള സെക്രട്ടേറിയറ്റ് വിമൻ വെൽഫെയർ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ശിശുവിഹാറിലെ കുട്ടികളും അധ്യാപകരും കമ്മിറ്റി അംഗങ്ങളും ആരോഗ്യമന്ത്രി വീണ ജോർജിനെ സന്ദർശിച്ചു. ഓഫീസിലെത്തിയ കുട്ടികൾക്ക് മന്ത്രി ശിശുദിന ആശംസകൾ നേർന്നു. ജൽശക്തി അഭിയാൻ പദ്ധതികൾ അവലോകനം ചെയ്യുന്നതിനായി കേന്ദ്ര സംഘം മലപ്പുറം ജില്ലയിൽ സന്ദർശനം തുടങ്ങി. ജില്ലാ കളക്ടർ VR വിനോദിന്റെ അധ്യക്ഷതയിൽ കളക്ടറേറ്റിൽ ചേർന്ന യോഗത്തിൽ ജൽശക്തി അഭിയാനുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുടെ പുരോഗതി സംഘം വിലയിരുത്തി. ലോക്സഭാംഗം ശ്രീ രാധാമോഹൻ സിംഗ് അധ്യക്ഷനായ പ്രതിരോധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഇന്ന് ദക്ഷിണ വ്യോമസേന ആസ്ഥാനം സന്ദർശിച്ചു. 15-അംഗ സമിതിയെ ദക്ഷിണ വ്യോമസേന മേധാവി എയർ മാർഷൽ B മണികണ്ഠൻ സ്വീകരിച്ചു. വ്യോമസേന ഉദ്യോഗസ്ഥരുമായി സമിതി അംഗങ്ങൾ ആശയവിനിമയം നടത്തി. ഈ വർഷത്തെ സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിന് നാളെ ആലപ്പുഴയിൽ തുടക്കമാകും. മുഖ്യമന്ത്രി പിണറായി വിജയൻ മേളയുടെ ഉദ്ഘാടനം നിർവഹിക്കും. ഈ മാസം 18 വരെ നീളുന്ന മേളയിൽ 80ഓളം ഇനങ്ങളിലായി 5000-ഓളം വിദ്യാർത്ഥികൾ പങ്കെടുക്കും. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ഇടിമിന്നലോട് കൂടിയ നേരിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ തൃശൂർ, മലപ്പുറം, കണ്ണൂർ ഒഴികെ 11 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. ഡൊമിനിക്കയുടെ പരമോന്നത ദേശീയ ബഹുമതി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക്. കോവിഡ് മഹാമാരിയെ നേരിടുന്നതിൽ നൽകിയ പിന്തുണയ്ക്കാണ് പുരസ്കാരം. ജൻജാതീയ ഗൌരവ് ദിവസ് ആഘോഷങ്ങൾക്ക് പ്രധാനമന്ത്രി നാളെ ബീഹാറിൽ തുടക്കം കുറിക്കും. സംസ്ഥാനതല ആഘോഷ പരിപാടിയിൽ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പങ്കെടുക്കും. സഹകരണ മേഖലയിൽ നിക്ഷേപിച്ച ആരുടെയും പണം നഷ്ടപ്പെടില്ലെന്ന് സർക്കാർ ഉറപ്പു നൽകുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഊർജിതമാക്കി രാഷ്ട്രീയ പാർട്ടികൾ. കേരളത്തിലെ 31 തദ്ദേശ വാർഡുകളിലെ ഉപതെരഞ്ഞെടുപ്പ് ഡിസംബർ 10-ന്. വഖഫ് വിഷയത്തിൽ നീതി നിഷേധിക്കപ്പെടുന്നവർക്കൊപ്പമാണ് കേന്ദ്ര സർക്കാരെന്ന് കേന്ദ്ര സഹമന്ത്രി ശോഭ കരന്തലാജെ. മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിനായി ശബരിമല ക്ഷേത്രനട നാളെ തുറക്കും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 7:25-ന്.